AKM അഷ്റഫ് MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MLA, ഇപ്പോൾ എന്താണ് ഒരു ഡെവലപ്മെന്റ് വന്നത്, എന്താണ് ശരിക്കും ഇന്നത്തെ? ഇന്ന് നമ്മൾ ഈ ഭൂമി നിറയുന്ന ഒരു മിഷനെ കുറിച്ചാണ് ഇന്നലെ മുതൽ നമ്മൾ പ്രതീക്ഷിച്ചതും കാത്തുനിന്നതും. അതിൻ്റെ പ്രവർത്തനം സതീശൻ MLA ഒഫീഷ്യലായി DC-യുടെയും SP-യുടെയും സാന്നിധ്യത്തിൽ എല്ലാ പത്രപ്രവർത്തകരുടെ മുമ്പിലും അദ്ദേഹം ഇൻ ഡീറ്റെയിലായി ഈ കാര്യങ്ങൾ പറഞ്ഞു. നാളെ എനിക്ക് തോന്നുന്നു അവർ അങ്കോല ഇൻ്റർനാഷണൽ ഹോട്ടലിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇതുവരെ അവർക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയിരുന്നില്ല. ഈ വിഷയത്തിൽ വലിയ ആശങ്കയായിരുന്നു ഇന്ന് അവരെ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ കേരളത്തിലൊരു MLA എന്ന നിലയ്ക്ക് ഞാനും കൂടി പങ്കെടുത്ത സമയത്ത് അവർ പറഞ്ഞൊരു വലിയ ആരോപണം, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ മലയാളം മീഡിയാസ് ഞങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നില്ല എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മലയാളം മീഡിയകളെ മുഴുവൻ എടുത്ത് നിങ്ങളൊന്ന് ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോലും നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടില്ല. നിങ്ങളുടെ പ്രവർത്തനത്തെ ഞങ്ങൾ ശ്ലാഘിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങളുടെ രണ്ടാളുകൾ കിട്ടാത്ത സന്ദർഭത്തിൽ പോലും ഞങ്ങൾ അർജുനന് വേണ്ടി ചെയ്യുന്ന ശ്രമം നിങ്ങൾ കാണുന്നില്ലെന്ന് ചോദിച്ചു. ഇന്ന് അവർ എല്ലാ ടെക്നോളജി, എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് അവർ ചാലഞ്ചായി എടുത്തുകൊണ്ടാണ് ഇന്ന് പ്രവർത്തനം തുടങ്ങിയത്. വൈകുന്നേരം ഞാനും സതീശയിലും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഈ ലൊക്കേഷൻ ട്രക്ക് കണ്ടെത്തി എന്നുള്ളൊരു മെസ്സേജ് അവർ നൽകിയ DC നൽകിയ സമയത്താണ് ഞങ്ങൾ ഓടിപ്പോകുന്നത്. ഞാനും നല്ല പ്രതികൂല കാലാവസ്ഥയിൽ ബോട്ടിലൂടെ ജാക്കറ്റ് ധരിച്ച് MLAയും ഞാനും SP-യും കളക്ടറും ഈ ലൊക്കേഷൻ സ്ഥലത്തേക്ക് പോയിരുന്നു. കുറച്ച് സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, കാരണം വല്ലാത്ത വെള്ളപ്പാച്ചിലാണ്, മഴ തുടങ്ങി തിരിച്ചു വന്നതാണ്. ഏതായാലും ഇന്ന് രാത്രി 10 മണി വരെ നാളെ ഈ ട്രക്ക് എടുക്കാനുള്ള ഒരുക്കങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. നമ്മുടെ അർജുൻ്റേതാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? എന്താ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടാതെ അവരൊരിക്കലും അത് വെളിപ്പെടുത്തില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ഇതുവരെ DC ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നാണ് ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ SP ആണ് ഏറ്റവും മുൻകൈ എടുത്ത് നിങ്ങളോടൊക്കെ എന്നോട് SP അറിഞ്ഞത്, നിങ്ങൾ മലയാള പ്രവർത്തകരോട് പറ, അവർക്കൊരു വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അവരൊന്നും ശ്രമിച്ചിട്ടില്ല. നമ്മൾ അവരെ വല്ലാണ്ട് ഈ ആദ്യത്തെ 2 ദിവസങ്ങളെ കാര്യം പറഞ്ഞ് ബ്ലെയിം ചെയ്തിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഔദ്യോഗികമായി അവർ നമുക്ക് അറിയിപ്പ് തന്ന് കൺട്രോൾ റൂം തുറന്ന് നാളെ എന്തായാലും ഉച്ചയ്ക്ക് മുമ്പായി നമ്മൾ കാത്തിരുന്ന പ്രാർത്ഥിച്ച നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് അർജുൻ്റെ ട്രക്കാണെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് പോവാറായിട്ടില്ല എന്നാണോ MLA പറഞ്ഞു വരുന്നത്? ഇല്ല, അത് അർജുൻ്റെ ട്രക്ക് തന്നെ ആയിരിക്കും. മറ്റ് ട്രക്കുകൾ അവിടെ പെടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതൊരു മരക്കഷ്ണങ്ങളുള്ള, ഞാൻ ആ ബോട്ടിനകത്ത് ഔദ്യോഗികമായി അവരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അത് അർജുൻ്റെ കണ്ടെത്തിയ രീതിയിലാണ് അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും. ഇന്ന് അവർ പത്രസമ്മേളനം പൂർത്തീകരിക്കുമ്പോൾ 100% മുറിച്ച് പറഞ്ഞിട്ടില്ല. അവർ വീണ്ടും സതീശൻ MLA നാളെ നിങ്ങളെ കാണും, നമ്മളൊന്നിച്ച് സംസാരിക്കാം. എന്തായാലും നമുക്ക് പ്രെയർ ചെയ്യാം. നമ്മൾ ഇത്ര പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, ഞങ്ങളെ ഒന്നുമല്ല, ഞാനൊരു MLA ആയി വന്ന ആളാണ്. പ്രതികൂല കാലാവസ്ഥയിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഇടപെടൽ ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും അഭിമാനിക്കാം. മാധ്യമ പ്രവർത്തകരുടെ ഒരു ശ്രമം അർജുൻ്റെ കാര്യം നടത്തിയത് എന്നും അതൊരു അത്ഭുതത്തോടും കൂടി അഭിമാനത്തോടും കൂടി ഓർക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ തീർച്ചയായും എല്ലാ മീഡിയാസിനെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഡൈവേഴ്സിന് ഇന്ന് പുഴയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ പറയുന്നൊരു കാര്യം, ഈ കണ്ടെത്തിയ ട്രക്കിലേക്ക് ആരെങ്കിലും ഒരു വിദഗ്ധന് ഒന്ന് മുങ്ങി ഒരു ലോക്ക് ചെയ്ത് ഇത് വലിച്ചെടുക്കാനുള്ള ശ്രമം, അതിൻ്റെ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.